ലങ്കയുടെ രാഷ്ട്രീയ ഭാവി മാറ്റിയെഴുതാൻ ഒരു പുതിയ നായകൻ എത്തിയിരിക്കുന്നു. ലങ്കൻ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നൊരാൾ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരാണ് ലങ്കൻ ചരിത്രം തിരുത്തി എഴുതിയ അനുരാഗ് കുമാര ദിസനായക? ഷർട്ടും പാന്റും ഇൻ ചെയ്ത് മുഷ്ടി ചുരുട്ടി സംസാരിക്കുന്ന ചുറുചുറുക്കുള്ള ഒരു നേതാവ് ശ്രീലങ്കയുടെ വിരിമാറിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം നട്ടം തിരിഞ്ഞ ശ്രീലങ്കയിൽ പ്രസിഡന്റിന്റെ വസതിയിലേക്ക് ഓടിക്കയറിയ പൊതുജനങ്ങൾ ഒടുവിൽ ആ ഭരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഏൽപ്പിച്ചിരിക്കുന്നു. 70 വർഷത്തോളമായി അധികാര സ്ഥാനങ്ങളിലിരുന്ന ശ്രീലങ്ക ഫ്രീഡം പാർട്ടി, യുണൈറ്റഡ് നാഷണൽ പാർട്ടി എന്നിവയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പാർട്ടിയും നേതാവും ഇപ്പോൾ ലങ്കയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 70കളിലും 80കളിലും ലങ്കയിലെമ്പാടും രക്തരൂഷിതമായ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനതാ വിമുക്തി പെരുമുനയാണ് അനുരാഗ് കുമാര ദിസനായകയുടെ പാർട്ടി. ജനതാ വിമുക്തി പെരുമുനയുടെ നേതൃത്വത്തിലുള്ള ഇടതു വിശാല സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവർ സ്ഥാനാർത്ഥിയായാണ് അനുര ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങിയത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലെത്തുന്നത് ചുരുക്കം രാജ്യങ്ങളിലായതിനാൽ അനുരയുടെ വിജയം ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊന്നാകെ ഊർജം പകരുകയാണ്. ആരാണ് അനുരാഗ് കുമാര ദിസനായക? ശ്രീലങ്കയിലെ അനുരാധപുര ജില്ലയിലുള്ള ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അനുരയുടെ ജനനം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. JVPയുമായി ബന്ധമുള്ളതുകൊണ്ട് സ്വന്തം വീട് കൺമുന്നിൽ കത്തി അമരുന്ന കാണേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ കൂടെയാണ് അനുര. അദ്ദേഹത്തിന്റെ ദൃഢപ്രതിജ്ഞയായിരുന്നു അധികാരം കൈയാളുന്ന വരേണ്യ വർഗത്തിൽ നിന്ന് ഒരിക്കൽ ശ്രീലങ്കയെ മോചിപ്പിക്കണമെന്നത്. 1970കളിലും 80കളിലും ഉണ്ടായ സായുധ കലാപത്തിനിടെ പ്രിയപ്പെട്ടവരിൽ പലരും രക്തസാക്ഷികളായതോടെ പോരാട്ട വീര്യം ഇരട്ടിയായി. 88ൽ സോഷ്യൽ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദേശീയ ഓർഗനൈസറായി മാറി. 95ൽ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലെത്തിയ അനുര 2001ൽ അനുര MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പ്രസംഗ പാഠവും പ്രവർത്തന മികവും അനുരയെ മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും വ്യത്യസ്തനാക്കുന്നുണ്ട്. 2004-2005 കാലഘട്ടത്തിൽ കൃഷി, ഭൂവിനിയോഗം, ജലവിതരണം തുടങ്ങിയ വകുപ്പുകളാണ് അനുര കൈകാര്യം ചെയ്തിരുന്നത്. അന്ന് മന്ത്രിയായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം ഇതിനോടൊപ്പം ചേർത്തു വായിക്കേണ്ടത്, തമിഴ് വിരുദ്ധതയിൽ അടിയുറച്ച നിലപാടുകൾ സ്വീകരിച്ചിരുന്ന JVPക്കൊപ്പമാണ്, ജനതാ വിമുക്തി പെരുമുനയ്ക്കൊപ്പമാണ് അനുരയുടെ യാത്രയും. ലങ്കയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അനുര അറിയപ്പെടുന്നത് AKD എന്നാണ്. 2019ലെ തെരഞ്ഞെടുപ്പിൽ 3.19% ഈ പാർട്ടിയുടെ JVPയുടെ ആകെ നേടിയ വോട്ട്. സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും കാരണം പൊതുജനം തെരുവിലിറങ്ങിയ 2022 നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ജനതാ അരകളായ എന്ന പ്രക്ഷോഭം ഒരർത്ഥത്തിൽ അനുരയുടെയും പാർട്ടിയുടെയും വിധി മാറ്റിയെഴുതി. നിരന്തരമായ പൊതു പണിമുടക്കുകളും പ്രതിഷേധ പ്രകടനങ്ങളും JVP ഈ 2022 കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു പാർട്ടിക്കും 2022ലെ ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതൃസ്ഥാനമൊന്നും ഏറ്റെടുക്കാൻ ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ കാലത്ത് JVP നടത്തിയിരുന്ന ഇടപെടലുകൾ വളരെ ശ്രദ്ധയിൽ വന്നിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കാലത്ത് JVP നടത്തിയ ഇടപെടലുകൾ ലങ്കയിൽ ആകമാനം സ്വാധീനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഏതാണ്ട് ഈ ഒരു അഴിമതിയിലും അതുപോലെ ഭരണ കെടുകാര്യസ്ഥതയിലും അസ്വസ്ഥരായിരുന്ന ലങ്കൻ ജനത അനുരയുടെ നേതൃപാടവത്തിൽ ആകൃഷ്ടരായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വർഷങ്ങൾക്ക് മുൻപ് JVPയുടെ സായുധ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടവരെയും പാർട്ടിയും അനുരയും സ്വീകരിച്ചിരുന്ന തമിഴ് വിരുദ്ധതയും ജനം ഈ തെരഞ്ഞെടുപ്പിൽ വിസ്മരിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. അതുതന്നെയാണല്ലോ അനുരയുടെ വിജയവും, അല്ലേ? നിലവിൽ പാർട്ടി എന്തു ചെയ്യുന്നുവെന്നാണ് ജനം വിലയിരുത്തിയത്. ഒരുമിച്ച് ചരിത്രം തിരുത്തി എഴുതാമെന്ന അനുരയുടെ പ്രഖ്യാപനം തമിഴർക്കൊപ്പം സിംഹളരും എന്നു വേണ്ട ലങ്കക്കാർ മുഴുവനും ഏറ്റെടുത്തുവെന്ന് നമുക്ക് പറയാം. സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടി അഴിമതിയോട് സന്ധി ചെയ്യില്ല എന്ന പ്രഖ്യാപനത്തിന് ജനം ഊർജം പകർന്നതാണ് ഈ 55കാരന്റെ തെരഞ്ഞെടുപ്പ് വിജയം. കേവലം 5 വർഷം കൊണ്ട് 3% നിന്ന് 42% പാർട്ടിയുടെ വോട്ട് ഉയർത്തി അനുര. ലോകം സാമ്പത്തിക മേഖലയിൽ തളരുമ്പോൾ എല്ലാവരും കണ്ണുവെക്കുക കാറൽ മാക്സിലേക്കെന്നല്ലേ?